ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM നീക്കം നടത്തുന്നുവെന്ന കോൺഗ്രസ് ആരോപണം. കൊട്ടേഷൻ സംഘങ്ങൾക്ക് ലക്ഷങ്ങൾ നൽകി വാടകയ്ക്കെടുത്തും ചില ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ നിയമപരമായി നേരിടുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും തലവേദന സൃഷ്ടിക്കുകയാണ് ചേവായൂരിലെ സഹകരണ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ വരുന്ന 16-ാം തീയതിയാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം CPM നടത്തുന്നുവെന്ന ആരോപണവുമായാണ് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊട്ടേഷൻ സംഘങ്ങളെ ലക്ഷങ്ങൾ നൽകി വാടകയ്ക്കെടുത്തും പണം നൽകി ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തുമാണ് CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിന് ജോലിക്ക് നിയമിച്ചത് കൊപ്പർ സത്യാദിത്യ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ്. അവരെന്ത് വൃത്തികേടും ചെയ്യും എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ട്. അതിനെതിരെയുള്ള കൃത്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുണ്ടാവണം. കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന കൊട്ടേഷൻ സംഘങ്ങളെ ലക്ഷങ്ങൾ നൽകി വാടകയ്ക്കെടുത്തും അട്ടിമറിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. CPM-ന്റെ ചില ആളുകൾ നടത്തുന്ന കടലാസ് സൊസൈറ്റികൾക്ക് ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് ഡെപ്പോസിറ്റ് കൊടുക്കും. ആ പണത്തിനൊന്നും യാതൊരു തുമ്പും കാണില്ല. നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റായി മറ്റൊരു സൊസൈറ്റി ആരംഭിച്ച് ഇവിടെ വരുന്ന ഡെപ്പോസിറ്റുകളൊക്കെ ആ സൊസൈറ്റി കൊടുക്കും. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിമതർക്കെതിരെ ഭീഷണിയുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പ്രദേശത്ത് ജീവിക്കാൻ അനുവദിക്കില്ലെന്നും തടി വേണോ ജീവൻ വേണോ എന്ന് ഓർക്കണമെന്നുമുള്ള സുധാകരന്റെ പരാമർശം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസ് ഭരണസമിതിയിലായിരുന്ന ബാങ്ക് പൂർണ്ണമായും തങ്ങൾക്ക് കീഴിലാക്കാനുള്ള നീക്കമാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജനം, കോഴിക്കോട്.